അസ്സലാമലൈക്കും. ഹസീന ഉബൈദ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മത്തി കൊണ്ടൊരു കിടിലൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം. കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ 4K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം, എന്നാലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം. വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ ആരും മറക്കരുത്. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ടിട്ട്, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം എടുത്തിട്ട് ചതച്ചെടുത്തതാണ്. അത് കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്നിനി മൂത്ത് വരട്ടെ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മത്തി കിട്ടിയാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെറിയ മത്തി, വലിയ മത്തിയാണെങ്കിൽ ഒന്ന് നടുമുറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ മത്തിയാകുമ്പോൾ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കില്ലേ, അതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി, പച്ചമുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുന്നേ നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മളെ മസാലപ്പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഞാനിതാ 2.5 സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കാശ്മീരി ചില്ലി കൂടി ചേർത്തതാണ്, അതാണ് ഇത്ര ഒരു കളറ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. അവരാരെ എരിവിനനുസരിച്ച് എടുക്കുക. നമ്മളിതിൽ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ എരിവ് കൂടി പോകരുത്. കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇതാ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ച് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ചേർത്തെടുക്കാം. ഞാനിത് ഉലുവ വറുത്ത് പൊടിച്ചതല്ല, ഇത് പച്ച ഉലുവ അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതൊരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്താൽ നമ്മളെ കറി നല്ലൊരു സ്മെല്ലൊക്കെയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിലേക്ക് 2 ചെറിയ തക്കാളിയാണ്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി. 2 തക്കാളി കൂടി നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടൊന്ന് തക്കാളി ഒന്ന് നല്ല വെന്ത് കിട്ടോളം നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മളെ തക്കാളി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പുളി ഒഴിച്ചെടുക്കണം. പുളി നമ്മളെ വാളൻ പുളിയൊക്കെ ഉണ്ടല്ലോ, പുളിയാണെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി നമ്മളെ വീട്ടിൽ ഉണ്ടായത് തന്നെയാണ്. ഇപ്പോൾ ഇതൊരു നമ്മൾ കറി വെക്കണ 10 മിനിറ്റ് മുന്നേ നമ്മൾ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം, ഒന്ന് കുതിർന്ന് കിട്ടാനാണ്. ഈ ഒരു നല്ല വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. ഈ ഒരു വെള്ളത്തോട് കൂടി നമ്മൾ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നല്ല തിക്കായിട്ടാണ് നമ്മളെ കറി ഇരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലൊരു 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് മീനൊക്കെ ഇട്ടതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് നല്ല പോലെ തിളച്ച് വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളെ ഗ്രേവി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ ഓരോന്നും മത്തി ഓരോന്നും നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓരോന്ന് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മളെ ഗ്രേവി ഇതുപോലെ നമ്മളെ മീൻ മുങ്ങി കിടക്കാൻ മാത്രം അങ്ങനെ അത്രയും നമ്മൾക്ക് വെള്ളം ഇതിലേക്ക് വേണം. ഓരോന്ന് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചൂടുന്നു. നമ്മളെ കറി ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും കയ്യിലിട്ട് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ നമ്മളെ മീനൊക്കെ ഉടഞ്ഞു പോകും. ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം നമ്മൾക്ക് ഇത് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടി ഇങ്ങനെ ഇട്ടെടുത്തിട്ട് നമ്മൾക്കൊന്ന് ഇത് അടച്ച് വെക്കാം. ഇപ്പോൾ ഈ കറിവേപ്പിലേൻ്റെ സ്മെല്ലൊക്കെ അതിലേക്ക് ഇറങ്ങും. നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. നല്ല സ്മെല്ലാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇതുപോലെ നമ്മൾ അടച്ച് നല്ലപോലെ വെച്ചിട്ട് പിന്നെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണേ. നമ്മളെ മത്തിക്കറി ഇതാ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരണം കേട്ടോ. കോഴി സംസാരിക്കാൻ സമ്മതിക്കണില്ല. കോഴിക്കൊരു വാശി. കോഴി കൂവന്നെ. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ മീനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. നല്ല പോലെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. കയ്യിലിട്ട് ഒരുപാട് കുത്തി ഉടക്കരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.